ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങയുടെ പൂവ് വെച്ചിട്ട് ഒരു തോരനാണ്. ഇതാണ് മുരിങ്ങയുടെ പൂവ്. നമ്മളിപ്പോൾ ഇവിടെ കാറ്റത്ത് മുരിങ്ങ മരം മറിഞ്ഞു വീണപ്പോഴേക്കും അതിൽ നിന്ന് പൊട്ടിച്ചെടുത്തിരിക്കുന്നതാണ്. ഇതിപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇപ്പം നമ്മൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. അത് ചേർത്ത് കഴിഞ്ഞ് ഉടനെ തന്നെ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ തുവരപ്പരിപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ സാമ്പാറിലിടില്ലേ പരിപ്പ്, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ ഒരു പരുവത്തിൽ വഴന്ന് കിട്ടുമ്പോഴേക്കും നമുക്കതിലേക്ക് 1 സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ സവാളയെല്ലാം ട്രാൻസ്പാരൻ്റ് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് നമ്മുടെ മുരിങ്ങാപ്പൂവ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു സമയം നമുക്കിതിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. വീണ്ടും നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇത് നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല. വെള്ളം ഒഴിക്കാണ്ട് തന്നെ നമ്മുടെ മുരിങ്ങപ്പൂവെല്ലാം നല്ലപോലെ വെന്ത് കിട്ടണം. നമ്മുടെ മുരിങ്ങാപ്പൂവെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇട്ടപ്പോൾ ഒരുപാടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം നല്ലപോലെ ചുരുങ്ങിപ്പോയിട്ടുണ്ട്. ഇനി തോരന് ആവശ്യമായിട്ടുള്ള കൂട്ടിനായിട്ട് നമ്മൾ 1/4 കപ്പ് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 3 വെളുത്തുള്ളി അല്ലി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തു. 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് കൈകൊണ്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് സാധാരണ മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ 1/4 ടീസ്പൂൺ മാത്രം ഇട്ടാൽ മതിയാകും. ഇല്ലെങ്കിൽ നല്ല എരിവായി പോകും തോരന്. ഈ ഒരു സമയം നമുക്ക് നമ്മുടെ കൂട്ടിനെ ഇതിലേക്ക് തട്ടിക്കൊടുക്കാം. ഇപ്പോഴേ എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്യേണ്ട. നമ്മളിങ്ങനെ ജസ്റ്റ് ഇതിനൊന്ന് പൊതിഞ്ഞ് വെച്ചാൽ മതി. അപ്പോഴേ നമ്മുടെ കൂട്ടെല്ലാം ബാക്കി മുരിങ്ങാപ്പൂവിലേക്കൊക്കെ പിടിക്കത്തുള്ളൂ. ഒരു 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിനെ അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വെച്ചിട്ട് ഇപ്പോൾ കുറച്ച് സമയമായി. നമുക്കിനി അടപ്പ് മാറ്റി നോക്കാം. ഇനി നമ്മളിതിനെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു സമയം ഉപ്പ് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ
നമ്മളിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ആ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാത്രമേ ഉപ്പ് ചേർക്കാവൂ. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇത് കുറച്ച് സമയം കൂടി ഇങ്ങനെ തന്നെ ഇരുന്ന് വേവണം. ഇപ്പം നമ്മുടെ തോരനെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മുരിങ്ങപ്പൂ തോരൻ റെഡി. എല്ലാവരും അപ്പോൾ ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മുരിങ്ങപ്പൂ കിട്ടുമ്പോഴേ എന്തായാലും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക്